ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതില്ല, അല്ലെങ്കിൽ എനിക്കിത് തികയുന്നില്ല എന്ന തോന്നൽ എപ്പോഴും ഉണ്ടാകാറില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്തിൻ്റെയെങ്കിലും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ വേണ്ടത്ര പണമില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ചിലർക്ക് ജോലിയിൽ അർഹിക്കുന്ന ബഹുമാനം കിട്ടുന്നില്ല എന്ന പരാതിയാകാം, ചിലർക്ക് നല്ല സുഹൃത്തുക്കളില്ല എന്നതാകാം. സത്യത്തിൽ ഇത് കേവലം പണത്തിൻ്റെയോ സൗകര്യത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് മാത്രം നോക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലൊരു വലിയ ശൂന്യത ഉണ്ടാക്കുന്നു. നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വളരെ പവർഫുള്ളായ ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാമെന്ന് നോക്കാം. ഈ ഒരു ശീലം നിങ്ങളെ എനിക്കൊന്നുമില്ല എന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ പക്കൽ എല്ലാ ആവശ്യത്തിനുണ്ട് എന്ന സമാധാനത്തിലേക്ക് എത്തിക്കും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതിക്ക് വലിയൊരു ശക്തിയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാവേ. ഞാൻ ദിവസവും നിങ്ങളുടെ അടുത്ത് വന്ന് നീ ഒരു ഫൂളാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? എല്ലാ ദിവസവും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റും ചെയ്യുന്നത്. ഇതേ കാര്യമാണ് നമ്മൾ സ്വയം ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ എൻ്റെ കയ്യിൽ പണമില്ല, എനിക്കൊന്നിനും സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വലിയ അവസരങ്ങൾ പോലും കാണാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ നിർവചിച്ചിരിക്കുന്നത് ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഇല്ലാത്തവൾ എന്ന രീതിയിലാണ്. നേരെ മറിച്ച് ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ ആ അവസരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. നമ്മൾ നമ്മളെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുവോ അത് തന്നെയാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. പക്ഷേ പഴയ ശീലങ്ങൾ മാറ്റൂ എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. ഭക്ഷണം കുറയ്ക്കണം എന്ന് വിചാരിച്ചാൽ മാത്രം അത് നടക്കില്ലല്ലോ. പകരം നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങണം. അതുപോലെ ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റാൻ നമ്മൾ പകരം വെക്കേണ്ടത് എന്തായിരിക്കും? ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷേ വെറുതെ ഒരു ഡയറിയിൽ എഴുതുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥന പോലെ ചൊല്ലുന്നതോ ആയ ഗ്രാറ്റിറ്റ്യൂഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അനുഭവപ്പെടണം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിനെ മാറ്റാൻ വലിയ ഇമോഷൻസിന് കഴിയും. ഒരു പട്ടാള ക്യാമ്പിലോ മറ്റോ പോകുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ അനുഭവങ്ങൾ ഒരാളുടെ സ്വഭാവം മാറ്റുന്നത് പോലെ ഹൃദയത്തിൽ തട്ടി നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് വേഗത്തിൽ റീവെയർ ചെയ്യപ്പെടുന്നു. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലേ? ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താ പറയാറുള്ളത്? നീ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ നിന്റെ ജീവിതം തോറ്റുപോയി എന്നൊക്കെയാണോ? എങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അത് വിശ്വസിച്ചു തുടങ്ങും. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ നന്മകളെയും നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളെയും നിങ്ങൾ തന്നെ അംഗീകരിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാവും. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നുവോ അങ്ങനെയാണ് ലോകം നമ്മളെ കാണുന്നത്. ഇനി നമുക്ക് ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? സാധാരണ ഡയറിയിൽ എഴുതുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടണം. അതാണ് വേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ ഒറ്റയ്ക്ക് ഒരിടം കണ്ടെത്തണം. അതായത് ആരും ശല്യപ്പെടുത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. അതിനുശേഷം ശരീരം റിലാക്സ് ചെയ്യുക. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിങ്ങളുടെ ശരീരം ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. 10 സെക്കൻഡ് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. അതിനുശേഷം കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനാണോ ഇല്ല എന്ന തോന്നൽ കൂടുതലുള്ളത് അതിനെക്കുറിച്ച് നന്ദി പറഞ്ഞു തുടങ്ങുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പണമില്ല എന്ന തോന്നലാണെങ്കിൽ
എനിക്കിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദിയുള്ളവനാണ്. അല്ലെങ്കിൽ എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്, അതിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്കിന്ന് സുരക്ഷിതമായി ഉറങ്ങാൻ ഒരു വീടുണ്ട്, അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിൽ നോക്കിയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സ്നേഹമില്ല എന്ന തോന്നലാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ എൻ്റെ ഉള്ളിലെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്, അതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അങ്ങനെ പറയാം. ഇനി നിങ്ങളുടെ കഴിവിനെ കുറിച്ചാണെങ്കിൽ, ഇത്രയും കാലം പ്രതിസന്ധികളെ അതിജീവിച്ച് നീ ഇവിടെ വരെ എത്തിയല്ലോ, അതിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അങ്ങനെ പറയാം. ഇതൊരു 7 മുതൽ 10 മിനിറ്റ് വരെ നീളുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. ദിവസവും 1-2 തവണ ഇത് ചെയ്യാം. അത് രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ആക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇനി ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലരും പരാജയപ്പെടാറുണ്ട്. അത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. 1, എനിക്ക് സമയമില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 7 മിനിറ്റ് സമയം പോലും ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ ചെയ്തോ സമയം കളയുന്നു എന്നതാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറയട്ടെ. ഇതൊരു ജോലിയായിട്ട് കാണുന്നത്. അയ്യോ, ഇതിന്ന് ചെയ്യണമല്ലോ എന്ന മടുപ്പോടെ ചെയ്താൽ ഫലം കിട്ടില്ല. അത് ആസ്വദിച്ച് ചെയ്യണം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഒരു ഇൻസ്റ്റാഗ്രാം റീല് കാണുന്നതിനേക്കാൾ വലുതായിരിക്കണം. ഈ മൂന്നാമത്തെ കാരണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. ഞാൻ നന്ദി പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പണം കിട്ടും എന്ന പ്രതീക്ഷയോടെ ചെയ്യരുത്. അത് വീണ്ടും എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല എന്ന ചിന്തയിലേക്കാണ് ഉറപ്പിക്കുന്നത്. പകരം നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ചെയ്യുക. ഓരോ വാചകത്തിന് ശേഷവും ഒരു നിമിഷം നിശബ്ദമായിട്ടിരിക്കുക. ആ നന്ദി നിങ്ങളുടെ ശരീരത്തിൽ ഒരു തരംഗമായി പടരുന്നത് അനുഭവിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം പേർക്കും ലഭിക്കാത്ത സൗകര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ട്. ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്ക്രീൻ പോലും ഒരു വലിയ അത്ഭുതമല്ലേ? നമ്മുടെ ജീവിതം മാറുന്നത് നമ്മൾ എന്ത് നേടുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾ ഉള്ളതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ഇന്നു മുതൽ പരാതികൾക്ക് പകരം കുറച്ച് സമയം ഗ്രാറ്റിറ്റ്യൂഡിനായിട്ട് മാറ്റിവെക്കൂ. ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള ദൂരം വെറും ഒരു നന്ദി വാക്കിൽ ഒതുങ്ങുന്നതാണ്. ഓർക്കുക, നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം. അത് തിരിച്ചറിയുന്നതിലാണ് യഥാർത്ഥ വിജയം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്